ഇന്ന് ഒക്ടോബർ മാസം 1-ാം തീയതി വേൾഡ് പിങ്ക് ഡേ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഈ വേൾഡ് പിങ്ക് ഡേയുടെ പ്രത്യേകത? സ്ത്രീകളിൽ സ്തനാർബുദത്തിൻ്റെ അളവ് ക്രമാതീതമായി കൂടി വരുന്നൊരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ പല രോഗികൾക്കും കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള സാമ്പത്തിക ശേഷിയോ സൗകര്യങ്ങളോ ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ അവർക്കിതിനെക്കുറിച്ച് ബോധവാന്മാരാക്കാനും രോഗം പലപ്പോഴും അഡ്വാൻസ്ഡ് സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്യുന്നതിന് പകരം വളരെ നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്യാനായിട്ടുള്ള ചില വളരെ സിമ്പിളും ചെലവ് കുറഞ്ഞതുമായ ഇൻവെസ്റ്റിഗേഷൻ മൊഡാലിറ്റീസും ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് നാട്ടുകാർ ചിന്തിക്കാൻ തുടങ്ങിയത് 1980-ലാണ്. 1990-ലാണെന്ന് തോന്നുന്നു ഈ ഒരു കൺസെപ്റ്റ് വന്നത്. ഇത് രണ്ട് ആൾക്കാരുടെ പ്രത്യേക താല്പര്യത്തോടു കൂടി വന്നതാണ്. എസ്റ്റീ ലോഡറെന്നും അവരുടെ ഒരു പത്രമായ സെൽഫ് ലൈഫ് എന്നാണ് എൻ്റെ ഓർമ്മ. ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ പിങ്ക് എന്നൊരു കളറും ഒരു റിബൺ ഉണ്ടാക്കിയത്. എന്തിനാണ് ഈ പിങ്ക് കളറാക്കിയത്? പിങ്ക് സിഗ്നിഫൈസ് ഫെമിനിറ്റി. ഇറ്റ് ഓൾസോ ബ്രിങ്സ് അബൌട്ട് സെൻസ് ഓഫ് യൂണിറ്റി ഓഫ് പീപ്പിൾ ഹു ഹാവ് ബീൻ അഫക്റ്റഡ് വിത്ത് ദിസ്. ഇത് കൂടാതെ തന്നെ മറ്റ് പല കാര്യങ്ങളും ഇതിനോടൊപ്പം തന്നെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം? എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ആദ്യത്തേത് വളരെ സിമ്പിളായിട്ടുള്ള മാമോഗ്രാമും ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ. രണ്ടാമത്തത് ഇതിനു വേണ്ട ഫൈനാൻഷ്യൽ ഡീൽസ് ഉണ്ടാക്കുക. മൂന്നാമത്തത് ഉള്ള സപ്പോർട്ടീവ് കെയർ വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. നാലാമത്തത് വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പറയുന്ന രോഗികൾക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റവും അവരുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ അവർക്കൊരു സപ്പോർട്ടും ഉണ്ടാകാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ വേൾഡ് പിങ്ക്. ഇതിൽ ഇന്ത്യയുടെ പങ്ക് എന്തോന്നാണ്? ഇന്ത്യ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതായത് അവരുപയോഗിച്ചുകൊണ്ടിരുന്നത് പോർട്ടബിൾ മാമോഗ്രാം ഉള്ള വണ്ടികൾ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്കും പോയി. അതിൽ നിന്നും മാമോഗ്രാം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അത് ചെയ്യാനുള്ളൊരു സൗകര്യവും അവരുണ്ടാക്കിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഈ കോർപ്പറേറ്റുകൾ ഇതിന് വളരെ വലിയൊരു പങ്ക് വഹിച്ചു. എല്ലാ പ്രസ്ഥാനത്തിനും സാമ്പത്തിക സഹായം ആവശ്യമാണ്. അവർ അതിനുള്ള പല വിധത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തി. ഇതിനോടൊപ്പം തന്നെ അവർ റിസർച്ചും അതിനുവേണ്ടി സാമ്പത്തികമായിട്ട് പല സഹായങ്ങളും അവർ തന്നിട്ടുണ്ടായിരുന്നു. ഇതിനോടൊപ്പം വേറെ പല ഓർഗനൈസേഷൻസ്, വിമൻസ് ക്യാൻസർ ഇനിഷ്യേറ്റീവ്, ടാറ്റ ഫൗണ്ടേഷൻ മുതലായ ഫൗണ്ടേഷൻസ് അവർ സാമ്പത്തികമായി വളരെയധികം ഈ പ്രസ്ഥാനത്തെ സഹായിച്ചു. എന്തിനാണ് ഇതെല്ലാം ചെയ്തത്? അതായത് ഏറ്റവും ചെലവ് കുറഞ്ഞതായിട്ടുള്ള 2 ഇൻവെസ്റ്റിഗേറ്റീവ് മൊഡാലിറ്റീസ് ഉണ്ട്. ഒന്ന് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനും മാമോഗ്രാമും. ഈ രണ്ടും അവർ യൂണിവേഴ്സലായിട്ട് എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങി. അതുകൊണ്ട് പലപ്പോഴും സ്ത്രീകൾക്ക് ക്യാൻസർ നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുകയും അതിനാൽ അവർക്ക് നേരത്തെ തന്നെ ചെലവ് കുറഞ്ഞതുമായ ചികിത്സാരീതികൾ അവലംബിക്കാനും സമയമായി. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കേണ്ടത്, വളരെ എക്സ്പെൻസീവായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൊഡാലിറ്റീസിനേക്കാൾ വെറും ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനും മാമോഗ്രാം സ്ക്രീനിങ്ങും ബ്രസ്റ്റ് ക്യാൻസറിനെ വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കും.